ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. കിടക്കയിൽ തന്നെയായിരുന്നു കുറേ വർഷങ്ങൾ. ഡോക്ടർ പറഞ്ഞ പ്രകാരം മരുന്നൊക്കെ കഴിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല വിശപ്പൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അതിനു മുമ്പ് വിശക്കില്ലായിരുന്നു. ഇവിടെ കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നു. ആരെയും ആശ്രയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വളരെ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. മെഡിസിൻ ഓൾറെഡി ഒരു തവണ ഉപയോഗിച്ചതാണ്. മെഡിസിൻ കഴിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് നല്ല റിസൾട്ട് കിട്ടിയെന്ന് ഇദ്ദേഹം പറയുന്നു. നമുക്ക് ആദ്യം മുതൽ ചോദിച്ചു മനസ്സിലാക്കാം ഇദ്ദേഹത്തിന് എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നും ഈ സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയും ഇവിടേക്ക് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റത്തെ പറ്റിയും നമുക്ക് ചോദിക്കാം. സർ നമസ്കാരം. സാറിന്റെ പേര്? നമസ്കാരം. എന്റെ പേര് വിശ്വനാഥ റാവു. ഓക്കെ. എത്ര വയസ്സുണ്ട്? എനിക്കൊരു 65 വയസ്സായി. എവിടെ നിന്നാ വരുന്നത്? ശങ്കരംപള്ളിയിലെ വീരപ്പള്ളി ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഓക്കെ. സാർ ഇവിടെ എത്രാമത്തെ തവണയാണ് മെഡിസിൻ വാങ്ങാൻ വരുന്നത്? ഞാനിപ്പോ ഒരു മാസമായി ഇപ്പൊ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട്. ഓക്കെ. സാറിന് എന്ത് ക്യാൻസർ ആണ്? എനിക്ക് ലിൻഫോമ ക്യാൻസർ ആണ്. ഫസ്റ്റ് സ്റ്റേജിലാ. എനിക്ക് രോഗം ഉള്ളിലാ. പക്ഷെ ഇവിടെ ഒരു മുഴ പോലെ വന്നായിരുന്നു. അതിപ്പോ കുറവുണ്ട്. പിന്നെ എനിക്ക് കീമോ ചെയ്തായിരുന്നു. അപ്പൊ എല്ലാം ശരിയായി. പിന്നെ ഒരു 10 റേഡിയേഷൻ കൂടെ ചെയ്തായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം എന്റെ മോളും മോനും പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഡോക്ടറെ കണ്ടു. എന്നിട്ട് റേഡിയേഷൻ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് 1 മാസത്തിനുള്ള മരുന്നൊക്കെ തന്നു. ആദ്യം ഒരു 4 എണ്ണം കഴിക്കാൻ പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ 8 എണ്ണം കഴിക്കാൻ പറഞ്ഞു. റേഡിയേഷനൊക്കെ ചെയ്തത് കാരണം എനിക്ക് പൈൽസൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 8 എണ്ണം തന്നെ കഴിക്കാൻ പറഞ്ഞു. പിന്നെ അത് 10 ആക്കി. ഒരു ദിവസം 3 പ്രാവശ്യം കഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 പ്രാവശ്യം കഴിക്കാൻ പറഞ്ഞു. അതെ, ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചു തുടങ്ങി. രാവിലെയും ഉച്ചയ്ക്കും പിന്നെ രാത്രിയും അങ്ങനെ 3 നേരവും കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എനിക്ക് നന്നായി വിശപ്പുണ്ടാകുന്നുണ്ട്. മുൻപ് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കയ്യിലെ ഈ ഭാഗത്തായിട്ട് കുറേശ്ശെ കറുത്ത പാടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ തൊലിയൊക്കെ ചുളുങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇപ്പോ കുറേശ്ശെ ശരിയായി വരുന്നുണ്ട്. പുനർജനിലെ ചികിത്സ കൊണ്ട് തന്നെയാണ്. മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പുനർജനിലേക്ക് വീണ്ടും വന്നത്. ഇനിയും കുറയുന്നുള്ളൊരു വിശ്വാസം എനിക്ക് പുനർജനോടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഇപ്പോ നല്ലതുപോലെ മാറ്റമുണ്ട്. ഇതിനു മുൻപ് ഇരുന്നാൽ എഴുന്നേൽക്കാൻ പറ്റില്ല. എന്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും കഴിയില്ലായിരുന്നു. ഒരേ കിടപ്പ് തന്നെ. പക്ഷെ ഇപ്പോ ആരുടെയും സഹായമില്ലാതെ ഇരുന്നാലും കിടന്നാലും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും. അതൊക്കെ ഇവിടെ വന്നോണ്ടാ. ഇനി എന്റെ കാര്യങ്ങൾ എന്തൊക്കെ തന്നെയായാലും എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും. ഇപ്പൊ എനിക്ക് ഒരാളെയും ആശ്രയിക്കേണ്ട ഒരു കാര്യവുമില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ എല്ലാം ശരിയാകുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങോട്ട് വന്നത്. ഇനിയും കഴിക്കാനുള്ള മരുന്നുകൾ തന്നിട്ടുണ്ട്. അത് ഇനിയും തുടർന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. 3 പ്രാവശ്യം നിർബന്ധമായിട്ടും കഴിക്കാൻ പറഞ്ഞു. ഈ പുനർജൻ ഹോസ്പിറ്റൽ വളരെ നല്ലതാ. സാറിന് പൈൽസ് ഉണ്ടായിരുന്നല്ലോ, അതിനും കൂടിയാണോ? അത് എന്തുകൊണ്ടാന്ന് വെച്ചാ റേഡിയേഷൻ ചെയ്തുകൊണ്ടാ വന്നത്. അതുകൊണ്ട് മരുന്ന് കഴിച്ചപ്പോ ശരിയായി. കുറേയേറെ മാറ്റങ്ങളും വന്നു. ഇപ്പൊ നല്ല റിലീഫ് ഉണ്ടോ? ഇപ്പൊ നല്ല മാറ്റം വന്നു. ഡയറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞിരുന്നോ സാറിനോട്? എല്ലാ ഭക്ഷണവും സാറിന് കഴിക്കാൻ പറ്റുമോ ഇപ്പോ? അതെല്ലാം നല്ലതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ ഇപ്പോ നല്ല വിശപ്പ് വരാൻ തുടങ്ങി. മുൻപ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. വളരെ കുറച്ചു മാത്രമേ കഴിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഒരു 10 കിലോ കുറഞ്ഞിരുന്നു. ഇപ്പൊ കൂടി വരുന്നുണ്ട്. തടി കൂടിയാൽ തന്നെ മാറ്റം വരും. വളരെ സന്തോഷമുണ്ട് സർ. സാറിനിപ്പോ നല്ല വിശപ്പൊക്കെ ഉണ്ടല്ലോ, അസുഖത്തിനും കുറവുണ്ടല്ലേ? അപ്പോ ഡോക്ടർ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല റിസൾട്ടോടെ കാണാം സർ. ഓക്കെ, താങ്ക് യു.